ഈ ഡോക്ടർമാരിങ്ങനെ പുറത്തോട്ട് വന്ന് പറഞ്ഞപ്പോൾ ആ രംഗം അയ്യോ എനിക്കതിപ്പോൾ ഓർക്കാൻ പറ്റില്ല. ഞാനും അവളും ഉണ്ട്. അവര് പറയുക ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്താ നിങ്ങൾ ഈ പറയുന്നത്? കാരണം നടന്നങ്ങോട്ട് പോയ ആള് അയ്യോ എനിക്ക് അവിടുന്ന് എങ്ങനെയാന്ന് പോയതിനു ശേഷം അല്ലെങ്കിൽ എന്ത് ചെയ്യും. എന്നെ സംബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് ഇപ്പം മരിച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ ചിന്തിച്ചു ഫുൾ ബ്ലാങ്ക് ആവുമല്ലോ. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ അല്ലല്ലോ. ന്യൂജൻ പടങ്ങളിലെല്ലാം പപ്പായ്ക്ക് ന്യൂജനിലാണല്ലോ പപ്പായ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ന്യൂജൻ പടങ്ങളിലാണ് പുതിയ ആ ഡയലോഗിലുള്ളത്. കാരണം പണ്ട് ഒരു പടത്തിൽ പപ്പയുടെ ഡയലോഗിനൊരു പ്രശ്നം വന്നിട്ട് മാറിയതാണ്. അപ്പം പപ്പായ്ക്ക് തന്നെ തോന്നി ഈ പപ്പയുടെ സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം. അമ്മയോട് ഒന്ന് ചോദിക്കട്ടെ, ഒന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രതിഭയുടെ പടം ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്? ഇല്ല, എനിക്കെല്ലാം എന്നുവെച്ചാൽ പുള്ളി നല്ല തൃപ്തിയോടെയല്ലേ പോകുന്നത്. ഒറ്റ സീനാണ് കൈ കൊട്ടുന്നതാണേലും പപ്പ പറയുന്ന ഇതുപോലാന്ന് പറയും. അപ്പം നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇങ്ങനെ ആണെന്ന്. പിന്നെ നമ്മൾ തട്ടത്തിമറയത്തൊക്കെ വന്നപ്പോൾ ഒരുപാട് സീൻ കൊടുത്തപ്പോൾ നമുക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും, നമുക്ക് കിട്ടുമല്ലോ എന്നോർത്ത്. പിന്നെ എല്ലാ പടവും പപ്പാടെ ഇറങ്ങിക്കഴിയുമ്പോൾ പപ്പ പറയും നമുക്ക് ഇവർ വരത്തില്ല, ഇവർ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. ഞാനും പപ്പായും പപ്പായുടെ കൂട്ടുകാരൻ സന്തോഷവും സുമയും കൂടെ പോകും. അങ്ങനെ ഞങ്ങൾ പോകും. മിക്ക പടവും പോയി കാണും. പിന്നെ പപ്പ പോകുന്നതിന് മുമ്പാണ് ലാലേട്ടൻ്റെ ആ പടം ഇല്ലായിരുന്നോ, ആറാട്ട്, അതിനു വേണ്ടിമായ നമുക്ക് ഒന്നിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ അതിനകത്ത് പപ്പ തിരുമേനിയായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒക്കെ പറഞ്ഞിരിക്കുമ്പോഴായിരുന്നു. അല്ല, ഈ വിൽതാണ്ടി വരവ എന്ന് പറയുന്ന സിനിമയിൽ ബാക്കി നടിമാരെല്ലാം മാറ്റി പരീക്ഷിച്ചപ്പോഴും പ്രതിഭേട്ടന് ആ റോള് അങ്ങനെ തന്നെ കൊടുത്തു. അപ്പം അത്രത്തോളം രജിസ്റ്ററായി, തമിഴിലും ഒക്കെ ഒരുപാട് രജിസ്റ്ററായി, പെട്ടെന്നില്ല എന്താ പറയുക വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളെയൊക്കെ വിട്ടുപോയത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് അങ്ങ് തിരക്കായ അവസാന സമയത്തൊക്കെ അല്ലേ? വീട്ടിൽ പോലും കിട്ടാതെ തിരക്കായി. കൊറോണ വന്നപ്പോഴത്തേന് വീട്ടിൽ ഇരിക്കുമായിരുന്നല്ലോ, ഓഫീസിലും പോകുന്നില്ല. പിന്നെ നമ്മൾക്ക് സിനിമ എല്ലാം പുതിയതായിട്ട് അഡ്വാൻസ് വാങ്ങിച്ചതും ചെയ്യാനുള്ള ബാലൻസും ഡബ്ബിങ്ങിൻ്റെ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചാണ് ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചായിരുന്നു പപ്പ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പൊക്കോളാൻ വേണ്ടി. അപ്പം നമുക്ക് അതുകൊണ്ട് പെർമിഷൻ ഉള്ളതുകൊണ്ട് അപ്പായ്ക്ക് കൊറോണ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഷൂട്ടിങ്ങിനെല്ലാം പോകാം എന്നും പറഞ്ഞിരിക്കുമ്പോഴത്തേനാണ് അന്നും ഡബ്ബിങ് ഉണ്ട്. അന്നേരത്തേന് പപ്പ പറഞ്ഞു എന്നാൽ ഒന്ന് എനിക്ക് നെഞ്ചുവേദന പോലെ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളത്ര കാര്യമാണ്, കാരണം പപ്പ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ലോ പപ്പ നടക്കാൻ പോകുന്നുണ്ട്, വ്യായാമവും ഉണ്ട്, പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും. ആരോഗ്യത്തിലൊക്കെ നല്ല ശ്രദ്ധയായിരുന്നു. നല്ല ശ്രദ്ധയായിരുന്നു. ഈ ഷുഗർ പ്രശ്നം ഒന്നുമില്ല, എല്ലാം കറക്റ്റ് ആക്കി നോക്കും. അതാണ് നമുക്കറിയാം. പപ്പയുടെ കാര്യത്തിൽ എല്ലാവരും പറയും കൊളസ്ട്രോൾ കൂടിയിട്ടായിരിക്കും എങ്ങനെയാണെന്ന്. പക്ഷെ ആളത് എല്ലാം നോർമൽ ആക്കിയാണ് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതെല്ലാ കാര്യത്തിനും അങ്ങനെയാണ്, പങ്ക്ച്വലാണ് എല്ലാ കാര്യത്തിനും. ഒന്നിനും ഒരു അലസതയില്ല എല്ലാ കാര്യത്തിനും. അതങ്ങനെയാണ്. ഞാനിനി ഇവനോട് പറയും നീ പപ്പായെ കണ്ടുപഠിക്കടാന്ന് പറയും. നേരത്തെ വെച്ചാൽ പപ്പ ഈ പ്രായത്തിലാണ് നല്ല ചുറുചുറുക്കോടാണ്, കറക്റ്റായിട്ട് എഴുന്നേൽക്കുക, കറക്റ്റായിട്ട് നടക്കാൻ പോവുക, തിരിച്ചു വരിക, ഓഫീസിൽ പോവുക. എന്നിട്ട് പ്രായം ആളെ ബാധിച്ചിട്ടില്ല. അപ്ഡേറ്റഡ് ആയിരുന്നു. ഫേസ്ബുക്കിലാണെങ്കിലും ശരി, ഇത് ഇൻസ്റ്റയാണെങ്കിൽ ശരി, ഇതിന്റെ എല്ലാം അപ്ഡേറ്റഡ് വെർഷൻ ആൾക്കറിയാം. എൻ്റെ അടുത്ത് പറയും മോനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും വാട്സപ്പിലാണെങ്കിലും ശരി, എല്ലാത്തിൻ്റെയും ന്യൂജൻ. ഇപ്പം ഫോൺ എൻ്റെത് മാറിയില്ല, അപ്പോൾ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും ഡ്രസ്സിലാണെങ്കിലും പോലും ഇടുന്ന ഫുള്ള് ആക്സറീസ്, ഷൂ, എല്ലാത്തിലും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അതനുസരിച്ചാണ് പെർഫ്യൂം ആണെങ്കിൽ ശരി, 2-3 പെർഫ്യൂം ഒരുമിച്ചടിക്കും, പുതിയൊരു സ്മെല്ല്. അങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെയാണ്. അപ്പം നമുക്ക് എൻ്റെ ഒരു സൈഡിൽ പപ്പ എന്ന് പറയുന്ന ആളിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. കാരണം എനിക്ക് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ആൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും ഇതിൽ ഒരു പനി പോലും വന്ന് കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വശത്ത് ചിന്തിക്കുന്നില്ല. ആളവിടെ ഉണ്ട്. ആ ഒരു വിശ്വാസം, ആ ഒരു ധൈര്യമാണ് നമ്മൾ. ഈ എന്തായാലും മരിക്കുന്നതിന് കുറച്ച് ചെയ്യേണ്ട മോളുടെ കാര്യമായാലും എല്ലാ കാര്യം സെറ്റപ്പ് ആക്കിയിട്ടാണ്. അപ്പൊ തന്നെയായിരുന്നു സ്വർണ്ണം എല്ലാം എടുത്തു വെച്ച അപ്പായിക്ക് അതായിരുന്നു പ്രതീക്ഷ മൊത്തം, മോളുടെ കല്യാണം. അല്ല, ഈ പറഞ്ഞ ചില കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുമല്ലോ, അതുപോലെ കുറച്ച് പ്രവൃത്തിയൊക്കെ അവസാന ദിവസം കാണാൻ പറ്റിയ ഇരിക്കുന്നതിന്റെ തലേദിവസം പോലും മോള് തലേദിവസം കല്യാണത്തിന്റെ തലേദിവസം, അപ്പോൾ നമ്മൾ ചെറുക്കനെ പോലും തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം പോലും പറയുന്ന മോളെയൊക്കെ തലേദിവസം ഉണ്ട് ഡ്രസ്സ് ചെയ്ത്, കമ്മലും മാല ചെയ്ത്, സ്വർണ്ണം ഒന്നും വേണ്ട, കല്യാണത്തിന് മാത്രം സ്വർണ്ണം ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എൻ്റെ പൊന്നു പപ്പ പോയി കിടക്ക്,
എന്നും പറഞ്ഞ് ടെൻഷൻ ആ കാര്യത്തെ പറ്റി ഓർത്തല്ലേ? ആ എന്നിട്ട് പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ 3 മണിക്ക് എന്നെ വിളിക്കുക. അപ്പം എന്നോട് ഇത് പറഞ്ഞാൽ മതി, പപ്പ ഇന്നലെ വൈകിട്ട് തന്നെ കൊച്ചിൻ്റെ കാര്യം ഓർത്തല്ലേ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. അപ്പം അല്ല മായ, അതുകൊണ്ടല്ല എനിക്കിങ്ങനെ ഒരു വന്ന് നമുക്ക് ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് ഡബിങ്ങിന് പോവുകയാണെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടല്ലോ. അപ്പം എന്നാൽ പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് സന്തോഷിനെ വിളിച്ച് വെളുപ്പിനെ പോകും. കാരണം ആളുടെ മനസ്സിലുണ്ട് ഒരു 60 വയസ്സെന്ന് പറഞ്ഞാൽ ആളുടെ അച്ഛൻ മരിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ടെൻഷൻ അല്ല, ആൾക്ക് അതനുസരിച്ചിട്ടാണ് ആള് എപ്പോഴും നമ്മളോട് പറയുന്നത് വെച്ചാൽ ഇന്ന് മാത്രമേ നമ്മുടെ ഉള്ളൂ, നാളെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നുള്ളത് പറയുമ്പോൾ നമ്മളത് ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ പോലും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ കാര്യങ്ങളും ആള് നടത്തും മാക്സിമം. ഇപ്പം അനിയത്തിയുടെ കല്യാണത്തിന് നേരത്തെ സ്വർണ്ണം എടുത്തു ആൾക്ക് പറ്റുന്ന അതൊക്കെ ഉള്ളൂ. അതൊക്കെ ചെയ്തു വെച്ചതുകൊണ്ടാണ് നമ്മൾ അത്രയും, നമുക്ക് ഞാൻ പറഞ്ഞില്ല പപ്പ പോയതിന് ശേഷം അല്ലെങ്കിൽ എന്ത് ചെയ്യും. എന്നെ സംബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് പപ്പ മരിച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ ചിന്തിച്ചു വെച്ചാൽ ഫുൾ ബ്ലാങ്ക് ആവുമല്ലോ. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ അല്ലല്ലോ നമുക്ക് ലൈഫിലേക്ക് ഒരു സംഭവം വരുന്ന സമയത്ത്. ബാക്കി ഇത് ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചു പോയി പകല് തൊട്ട്, നമ്മളതിലേക്ക് ഇതാവുന്നില്ല, ഒന്നുമില്ല. വൈകിട്ടിരുന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഇത് എന്താ നമ്മള് എന്ത് ചെയ്യുമെന്നുള്ള നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിതില്ലേ. അപ്പൊ ഇവനും ഒന്നും ചെയ്തിട്ടില്ല, അവളും ചെയ്തിട്ടില്ല, ഞാനും ചെയ്തിട്ടില്ല, എല്ലാം ഒറ്റയ്ക്ക്. ഒരു കറണ്ട് ബില്ല് പോലും ഇവൻ അടയ്ക്കാനായിട്ട് സമ്മതിക്കുകയില്ല. ഒന്ന് മായ വേറെ പണി നോക്കും, കൊച്ചടയ്ക്കണം, ഞാൻ അടച്ചോളാം. ഇപ്പോഴല്ലേ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ആ പുള്ളി പോയി അല്ല, അത് എല്ലാത്തിനും സമയം കണ്ടെത്തുക. എല്ലാത്തിനും സമയം കണ്ടെത്തും. ഇപ്പൊ ഈ പറഞ്ഞ വീട്ടിലാണെങ്കിൽ പോലും എത്ര ഷൂട്ടിംഗ് സെറ്റിൽ പോയാലും തിരിച്ച് വീട്ടിൽ വരിക, അവിടെ താമസിക്കാതെ ഇവിടെ വരിക, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക. അതുപോലെ കറണ്ട് ബില്ലിനാണെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ അടയ്ക്കാം, ആൾ പോയി തന്നെ അടയ്ക്കുക. പലചരക്ക് സാധനങ്ങൾ ആൾ തന്നെ പോയി സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആൾ ഒന്നിനും ഒരു ഇത് ആൾ നല്ല ഈ തിരക്ക് വന്നു നമ്മൾ ഒന്നും മാറ്റി വെക്കാറില്ല. എല്ലാം അതിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആൾ നോക്കിയിരിക്കുന്നത്. എന്നും രാവിലെ ഇപ്പോൾ പറഞ്ഞാൽ 5:30 ആകുമ്പോൾ എണീറ്റ് 6 മണിയാകുമ്പോൾ നടക്കാൻ പോയിട്ട് പാല് മേടിച്ച് വന്ന് സാധനങ്ങൾ മേടിച്ചു, പാലും മീനും ഒക്കെ നടന്നേച്ച് വരുന്ന വഴിക്ക് അന്നത്തേനുള്ള എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ ഇരിപ്പുണ്ടേലും നമ്മൾ പറഞ്ഞാലും പുള്ളി വാങ്ങിച്ചോണ്ട് എന്നിട്ട് കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയതിന് ശേഷം വന്ന് നേരെ ഓഫീസിൽ ചെയ്തിട്ട് നേരെ ഓഫീസിൽ പോവാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നേരെ 5:30 ഇവിടെ ചെടിക്ക് ഇവിടെ മൊത്തം കറക്റ്റ് വെള്ളം ഒഴിച്ച് കറക്റ്റ് ആയിട്ട് ഒരു 6 മണി തിരിച്ചമ്പലത്തിൽ പോവുക. അതിനുശേഷം 7 മണി തൊട്ടെന്ന് പറഞ്ഞ ആള് ഇപ്പം റിട്ടയർമെന്റ് സമയത്ത് പഴയ പാട്ടുകളുണ്ടല്ലോ, ആളുടെ മെമ്മറീസ് റീകളക്ട് ചെയ്യാന്നുള്ള രീതിയിൽ പഴയ പണ്ട് ആൾ പഠിച്ചുകൊണ്ടിരുന്ന യൂട്യൂബിൽ ഇപ്പം കിട്ടുന്നതുകൊണ്ട് ഹെഡ്ഫോണും വെച്ച് പഴയ പാട്ടുകൾ കേൾക്കുക. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ എല്ലാത്തിനും മാക്സിമം സമയങ്ങൾ ആള് കണ്ടെത്തും. അല്ലാതെ നമ്മളിപ്പോൾ സമയമില്ല എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പപ്പാടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് തിരക്കിലാണെങ്കിലും ഇതെല്ലാം കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ്. ആശുപത്രി 3 മണിക്ക് പോകുന്നു, പിന്നെ വിഷ്ണു കാണുന്ന കാഴ്ച മൊബൈലിനകത്ത് കോട്ടയം പ്രദീപിന് ആദരാഞ്ജലികൾ അല്ലേ? ഇല്ല, അങ്ങനെയല്ല. 3 മണിക്ക് പോയെങ്കിലും മോളുണ്ട്, അവള് ജോലി ചെയ്യാ അവിടെ. അപ്പം അന്നേരം ഉണ്ടല്ലോ അവള് ആയിട്ട് ഞാൻ വിളിക്കാം. അപ്പം പപ്പ പറഞ്ഞില്ല, കൊച്ച് എന്നുവെച്ചാൽ കൊച്ചിനെ വിളിക്കുക പോലും ചെയ്യണ്ട, കൊച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഒന്ന് പരിശോധിച്ചിട്ട് ഞാനിപ്പം വരുമല്ലോ എന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ മനസ്സിൽ സന്തോഷമായിട്ട് പോയി. മോളെ പോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ പപ്പായ്ക്ക് ഒരു നെഞ്ചുവേദന പോലെ, പപ്പ ഹോസ്പിറ്റലിൽ കിംസിലായപ്പോഴും പോകുന്നത്, ഇവിടെ അടുത്തല്ലേ കിംസ്. അങ്ങനെ അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, അമ്മ പപ്പായുടെ പേടിയുണ്ട്, പപ്പ ഇപ്പം വരുമെന്ന് പറഞ്ഞ്. അന്നേരമല്ലേ അവൾ എഴുന്നേറ്റ് വന്ന്. അന്നേരം അവിടം വരെ എന്നപ്പോഴാണ് മാസ്ക് എടുത്തില്ലെന്ന്. ഉടനെ തന്നെ തിരിച്ചുകൂടി വരുമ്പോൾ കൊച്ചാണ് മാസ്ക് കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മളപ്പം ഡോക്ടർ ഉണ്ടോ എന്നറിയാനാണ് വിളിക്കുന്നത്, സന്തോഷയെ വിളിക്കുന്നത്. അന്നേരമാണ് സന്തോഷം എന്നോട് പറയുന്നത് എല്ലാം എടുത്തിട്ടാ സെൽഫി ഒക്കെ എടുത്ത് അതൊക്കെ നമ്മള്, കാരണം അപ്പൊ ആൾക്കൊരു പ്രശ്നം അവർക്കും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല അങ്ങനെയല്ല, അവിടെ ചെന്നു അപ്പൊ അവരൊന്ന് സെറ്റ് ആവാൻ മുമ്പ് അപ്പൊ ആള് വന്നതല്ലേ എന്ന് ഓർത്തിട്ട് ആള് അവിടെ അവരോടും കോമഡി പറഞ്ഞാണ് ECG നമുക്കൊന്ന് എടുത്തേക്കാം, ഒന്ന് ECG എടുത്താൽ മതി, രാവിലത്തെ കൈനീട്ടം ആയിക്കോട്ടെ, എനിക്ക് വേറെ ഗ്യാസിന് ഗുളിക തന്നാൽ മതി, രാവിലത്തെ കൈനീട്ടം ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയ ആളും അങ്ങോട്ട് കയറി വണ്ടി തിരിച്ചിടുന്ന. അന്നേരം എന്ത് ചെയ്യുന്ന വെച്ചാൽ പണ്ട് അകത്തോട്ട് ECG എടുക്കാൻ കയറിയെന്ന് പറഞ്ഞു. ഇങ്ങനെ വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇവളാണെങ്കിൽ ഈ അനിയത്തിയുടെ കാര്യം പറഞ്ഞല്ലോ, പപ്പയുടെ പെറ്റ പപ്പ അങ്ങനെയാണ് അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവൾക്ക് എങ്ങനെ ഇത് താങ്ങും എന്നുള്ളതാണ് ഞാൻ പിന്നീടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കല്ലോ. അപ്പം സന്തോഷിൻ്റെ വൈഫ് വന്ന് എന്നെയും മോളെയും കൂടെ കൊണ്ടുപോയി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ വെച്ചൊരു അറ്റാക്ക് വന്ന് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടനെ തന്നെ ഞാനും അവളും കൂടെ അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇവർ എല്ലാം പരിശോധിച്ചുകൊണ്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വിചാരം പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, കിടത്താൻ വേണ്ടിയായിരിക്കും, ചുമ്മാ തന്നെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ.
അന്നേരം ഉണ്ടല്ലോ ഈ ഡോക്ടർമാരിങ്ങനെ പുറത്തോട്ട് വന്ന് പറഞ്ഞപ്പോൾ ആ രംഗം അയ്യോ എനിക്കതിപ്പോൾ ഓർക്കാൻ പറ്റില്ല. ഞാനും അവളും ഉണ്ട്. അവര് പറയാ ഞങ്ങക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറയുന്നത്? കാരണം നടന്നങ്ങോട്ട് പോയ ആള് അയ്യോ എനിക്ക് അവിടുന്ന് എങ്ങനെയാന്നറിയില്ല. അപ്പൊ അവൾ എങ്ങനെയാണ് ഇങ്ങനെ ആയെന്ന് എനിക്കറിയില്ല. നമുക്കൊരു നമ്മുടെ ലൈഫില് നമ്മുടെ അനുഭവങ്ങളാണെന്നുള്ള അനുഭവങ്ങള് അത് മരിച്ചു എന്ന് കേൾക്കുമ്പോ അവൾ അവിടുന്ന് എല്ലാരും ഞങ്ങൾ മാത്രല്ല ആരോട് ഈ അയൽവക്കത്ത് പോലും പറഞ്ഞില്ലല്ലോ. അന്നേരം അയ്യോ അവൾ എങ്ങനെയാണ് ഇവനെ എങ്ങനെ ഇവിടെ എത്തിക്കും എന്നാണ് ഇവളുടെ മനസ്സിൽ. ഈ കാര്യം പറയരുതെന്ന് പറഞ്ഞ് അപ്പൊ അവർക്കും ഷോക്കായല്ലോ. അവരും വരുന്ന സമയത്ത് പപ്പായ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് ഹോസ്പിറ്റലിൽ പപ്പ എന്തിന് എന്നുള്ളതാണ്. ഇല്ലടാ ഒരു ചെറിയ ഇതുവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു പനിക്ക് പോലും എന്റെ നമ്മുടെ ഒരു ഓർമ്മയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയെന്ന് പറയുമ്പോൾ ഒരു നെഞ്ചുവേദന എന്ന് പറയുമ്പോഴും അറ്റാക്ക് ആവരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഇവർ കാറ് എന്നോട് ഇവിടെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ബൃന്ദയോട് സംസാരിക്കുമ്പോൾ അറിയാം അവൾക്കൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് അവളെ വിളിക്കുമ്പോൾ അവളും സ്ട്രോങ് ആയിട്ട് ഇല്ല വിച്ചു ഇങ്ങോട്ട് വരാൻ പറയും. നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറയും. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് അമ്മ വിച്ചുവിനെ വിളിക്കും, അമ്മ കരയും ഒന്നും ചെയ്യരുത്, വിച്ചു അറിയാലോ അമ്മയ്ക്ക് വിച്ചുവിന് നിസ്സാര കാര്യം കേട്ടാൽ മതി വിച്ചു തളരും, അതുകൊണ്ട് അമ്മ കരയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി എത്തിച്ച് അവൾ മാറി എന്നാണ് കൂട്ടുകാരെ വിളിച്ചൊക്കെ. പിന്നെ ഞങ്ങളുടെ വിളിച്ച് വെച്ചതിന് ശേഷം ഞാനപ്പം ഫോൺ എടുത്ത് ഇവള് പറഞ്ഞു വേറെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞല്ലോ. അതിനുശേഷം ഇവളുടെ സൗണ്ടിനൊരു വ്യത്യാസം വന്നു. അപ്പം ഞാൻ ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയത്ത് മൊബൈൽ നോക്കുമ്പോൾ ആദരാഞ്ജലി എന്ന് പറഞ്ഞ് കാണുക. അതായത് ഇതില്ല. അപ്പോൾ നമുക്ക് ആയി നമ്മളവിടെ നമുക്ക് വിഷമിക്കാനുള്ള ഒരു ഇതൊന്നും അല്ല. നമ്മളിതിൽ കാണുമ്പോൾ പെട്ടെന്ന് നിന്ന് നിപ്പിൽ ഇത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ മൊത്തത്തിൽ എന്തൊക്കെയോ നമ്മുടെ മൈൻഡിൽ വരിക. നമ്മൾ വിചാരിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ പപ്പ പോയോ എന്നുള്ളത്. അവിടുന്ന് അന്ന് ദിവസം ഇവിടെ വന്നതൊന്നും നമുക്കൊന്നും ഇവിടെ എന്താ സംഭവിക്കുന്നതൊന്നും ഇല്ല. എന്തൊക്കെയോ സംഭവിക്കുക, എന്തൊക്കെയോ ഇത് കഴിഞ്ഞ് നമുക്കത് നമുക്ക് ഈ മരിച്ചതെന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിനകത്തൊക്കെ വരുമ്പോഴേ നമ്മളത് മാറ്റുക. കാണാനായിട്ട് നമുക്ക് നമ്മുടെ അനുഭവം എന്തായാലും മനസ്സിലേക്ക് വരിക. ഓരോരുത്തരെയൊക്കെ മരിച്ചെന്നൊക്കെ കേൾക്കുമ്പോഴൊക്കെ കാരണം ആ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പം മാറ്റിക്കഴിഞ്ഞാൽ പപ്പ എന്ന് പറയുന്ന ആള് ഇപ്പൊ 2 വർഷം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ആളൊരു വേറൊരു നമ്മളിപ്പം എല്ലാവരും പറയും മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം മറന്നു. നമ്മൾ ചിലരെ അല്ല നമ്മളടക്കം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവരൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു. പക്ഷെ അതല്ല, അത് നമുക്ക് അനുഭവിക്കാം. കാരണം മരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞാൽ അവർ വേറൊരു പ്ലേസിലുണ്ട്. നമ്മുടെ ഒരു മൈൻഡ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുമല്ല പപ്പ. ഓഫീസിലാണേലും ഷൂട്ടിങ് ഇല്ലെങ്കിൽ തന്നെ പപ്പ എവിടെയെങ്കിലും പോകും. അമ്പലങ്ങളിലാണേലും ഒറ്റപ്പടത്തിൽ പോലും ഇല്ലാതില്ല. എല്ലാ പടത്തിലും അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. ഒരു പീക്ക് ടൈമിലാണ് നമ്മളൊക്കെ വിട്ട് പോയത് അല്ലേ? പടങ്ങൾ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച പഴഞ്ഞപ്പുറം ഇറങ്ങിയിട്ട് ഇപ്പം ധ്യാന്റെ ബുള്ളറ്റ് ഡയറീസ് തിയേറ്ററിൽ ഓടുന്നു. അപ്പോൾ അങ്ങനെ പടങ്ങളാണല്ലോ വന്നുകൊണ്ട് ഇപ്പോഴും ചെയ്തു വെച്ച പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയുണ്ട് 9 സിനിമയോളം റിലീസിന്. ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ ഈ പടം ഇത് ഒരു വല്ലാത്തൊരു ഫ്രെയിമിലോട്ട് മാറിയാന്, മെയിൻ നടനായിട്ടൊക്കെ മാറിയാനല്ലേ ഒന്നും വിചാരിക്കുന്നില്ലേ? അല്ല മെയിൻ നടന്നുള്ളതല്ല, കുറെ ക്യാരക്ടർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. കുറെ അതായത് സീരിയസ് റോളുകളും പല കാര്യങ്ങളും ഒക്കെ തമിഴിലും ഒക്കെ പറഞ്ഞു വെച്ച സംഭവം. അപ്പം ഇങ്ങനെ ചേട്ടാ താടി വളർത്തണം, അങ്ങനെ ഇങ്ങനെ ഓരോ സീനുകൾ അവർ പറയും ഇങ്ങനെ വേണം. കാരണം അങ്ങനെയൊക്കെ പറയുന്ന അനുസരിച്ച് എല്ലാം എഴുതി വെക്കുന്നുണ്ട് ആൾ. അപ്പം അതുകൊണ്ട് നമുക്കറിയാം ഇനി ഇങ്ങനെയുള്ള ഒരു ലെവലിലേക്കായിരുന്നു പോവേണ്ടത് എന്ന് നമുക്കറിയാലോ. എന്നാലും ഞാൻ നിങ്ങളുടെ ഒരു ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുക. യഥാർത്ഥത്തിൽ ഇപ്പം ഒരുപാട് പടങ്ങൾ റിലീസാവാൻ കിടക്കുന്ന ഈ പൈസ എല്ലാം മേടിച്ചിട്ടുണ്ടാവോ? പൈസ കിട്ടാനുണ്ടാവോ ഇനിയിപ്പോൾ വല്ല അറിയാമോ? ഇല്ല, പപ്പാടെ കൂടുതലും പപ്പായ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മരിച്ചുകൊണ്ട് കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്ന ഇല്ല, പറ്റിക്കലില്ല. പിന്നെ ഡെബി ചെയ്ത് കഴിഞ്ഞാണല്ലോ നമുക്ക് ബാക്കി കിട്ടുന്നത്. അത് മാത്രമേ ഉള്ളൂ, പപ്പ ചെയ്യാത്തത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്നതിനൊക്കെ കൂടുതൽ നമുക്ക് ഒരു ബാധ്യത ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട്. നമുക്കതാണല്ലോ. കാരണം ആ പെട്ടെന്ന് നിന്ന് ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനും ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ആള് ഒരുക്കി വെച്ചിട്ടാണ്. അതാണ് നമുക്ക് മെയിൻ ഒരു കാര്യമാണ്. മെയിൻ ഒരു ബാധ്യത നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിപ്പം ആള് ഫോളോ ചെയ്ത കാര്യങ്ങൾ ഫോളോ ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ. അത് ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു. ചെറുക്കനെ തന്നെ കണ്ടുവച്ചിട്ടാണ് പോയത്. ആഷിക്കിനെ അതുപോലെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ്. എക്സാമ്പിൾ ഇപ്പൊ കേബിളിന്റെ തൊട്ട് എല്ലാം ഒരു വർഷത്തേക്കാണ് ആള് പത്രത്തിന്റെ എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ആള് പോയെങ്കിലും പിന്നെ അതെല്ലാം ചെയ്താൽ മതി ഇവന്. കാരണം ഒരു വർഷം എനിക്ക് അതൊന്ന് ബാലൻസ് എന്തൊക്കെ പപ്പ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ആൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും.
അതിനുശേഷം ഇപ്പൊ പോയതിനു ശേഷം നടന്മാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരിക വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർ വിളിക്കും, മിക്കവരും അവരെ കൊണ്ട് മാക്സിമം വിളിക്കാൻ പറ്റുന്നത് വിളിക്കും. ഇപ്പോൾ ഗോകുൽ സുരേഷ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. അപ്പം മരിച്ച അന്ന് കുറേ എന്നെ വിളിച്ചു, ട്രൈ ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിൽക്കാൻ പറ്റില്ല. ആള് മാക്സിമം ഈ വഴി വരുമ്പോൾ വരാം എന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പൊ സിനിമയിൽ ഉള്ളപ്പോൾ ഒരുപാട് ആൾക്കാരും ഭയങ്കര ബന്ധങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു എപ്പോഴും പപ്പ ഒരൊറ്റ ഇതിൽ പപ്പയുടെ ബന്ധങ്ങളെല്ലാം പപ്പ അവിടെ നിന്ന് അല്ല, ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഒരു ഫ്രണ്ട് സർക്കിൾ വരിക, സിനിമക്കാർ വരിക, അങ്ങനെ വളരെ കുറവാണ്. അതെല്ലാം അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഓഫീസിലും ഉള്ള ആൾക്കാരും അങ്ങനെയില്ല, ഓഫീസിൽ തന്നെ ഇരിക്കുക, ഷൂട്ടിങ്ങിന്റെ ആണല്ലോ അവിടെ വെച്ചുള്ള ഇതാണ്. അവിടുന്ന് ഇപ്പൊ നമ്മള് ഇവിടെ വന്നിട്ട് അങ്ങനെ ഇപ്പൊ എല്ലാവരും വന്നു ഇപ്പൊ വരുന്നില്ല അങ്ങനത്തെ ഉള്ള ഇതില്ല. ഇവിടെ ഞങ്ങളാണ് ലോകം, അതിനപ്പുറം വേറെ അങ്ങനെ ആൾക്കാരങ്ങനെ. അല്ല, സിനിമ വീട്ടിലേക്ക് വരുന്ന സിനിമ സുഹൃത്തുക്കൾ മറ്റേ വിനയ് ഫോർട്ട്, എല്ലാവരും, സുനിൽ സുഗത, അങ്ങനെ മിക്കരും അങ്ങനെ ഇന്ന് എല്ലാവരുമായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്, എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള ആളാണ്. ന്യൂജൻ നടനായിരുന്നു പപ്പ, കാലത്തിനൊത്ത നടനായിരുന്നു. അതെ അതെ, കാലത്തിനൊത്ത നടന്നുള്ളതല്ല, ന്യൂജൻ പടങ്ങളിലെല്ലാം പപ്പായ്ക്ക്, ന്യൂജനിലാണല്ലോ പപ്പായെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ന്യൂജൻ പടങ്ങളിലാണ് പുതിയ ആ ഡയലോഗിലുള്ളത്. കാരണം പണ്ട് ഒരു പടത്തിൽ പപ്പയുടെ ഡയലോഗിന് ഒരു പ്രശ്നം വന്നിട്ട് മാറിയതാണ്. അപ്പോൾ പപ്പായ്ക്ക് തന്നെ തോന്നി ഈ പപ്പയുടെ സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം, അതായിരിക്കാം ഡബ് ചെയ്തത് മാറ്റിയത്. പക്ഷെ ആ ഡയലോഗാണ് പിന്നെ വേണം ഇങ്ങനെ, പിന്നെ ഡയലോഗിന് മാത്രം പരസ്യങ്ങൾക്ക് തമിഴ് പരസ്യത്തിലൊക്കെ ഡയലോഗ് വെറുതെ ചേട്ടാ ഡബ് ചെയ്ത് തന്നാൽ മതി, ഇത്ര പേയ്മെന്റ് മരിക്കുന്നതിന് മുമ്പും തന്നെ പപ്പായെ കൊണ്ട് അവർ വോയിസ് ഓവറിന് അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറെ അപ്പ പോയി കഴിഞ്ഞും നമ്മള് ടി വിക്കകത്തൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആള് പോയെന്നേ തോന്നില്ല, ടി വിക്കകത്തൊക്കെ എപ്പോഴും സിനിമയൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പൊ പപ്പയുടെ സിനിമ വരുമ്പോൾ അമ്മ എന്ത് മാറ്റും, അത് കണ്ടോണ്ടിരിക്കുക ഇല്ല, പപ്പാടെ നമുക്ക് പപ്പാടെ അതിന്റെ അകത്തുള്ള സീൻ കാണുമ്പോൾ പപ്പാടെ ഒന്നും നല്ലതാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവര് പറയും പപ്പ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്ന് പറയും. അപ്പൊ ഞാനും അത് ശരിയായിരിക്കും ചെയ്തു വെച്ചെന്നല്ല പപ്പ ഇതിൽ ഒരു മാറ്റി പിടിക്കാതെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അപ്പൊ അതനുസരിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, എന്തിനും ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഒരു എല്ലാം ഇവനോട് പറയും, മോനെ പപ്പ അത് ചെയ്തിട്ടുണ്ട്, മോൻ ചെന്ന് ആദ്യം നോക്കണമെന്ന് പറയും. എങ്ങനെയുണ്ട് അങ്ങനെ പപ്പ ഇല്ലാത്ത വീട് അല്ലേ, അതുപോലെ ശൂന്യതയായിട്ട്. വിഷ്ണു ഇപ്പം കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് സിനിമയിലേക്ക് പ്രവേശിച്ചല്ലേ, അപ്പൊ അച്ഛന്റെ വഴിയെ തന്നെ പോകാനാണ് ആഗ്രഹം. അച്ഛന്റെ വഴി എന്നുള്ളതല്ല, നമുക്കിപ്പോ എനിക്ക് ഡയറക്ഷനൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഇതേപോലെ തന്നെ ജോലിയും ഇതും എല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും അപ്പം ചെയ്യണം. ഈ ഫോട്ടോസ് എല്ലാം കാണുമ്പോഴേ നടന്മാരോട്ടൊക്കെ ഒരു പ്രത്യേക ബന്ധമുണ്ടല്ലേ, ഒരാൾക്ക് പോലും ഇദ്ദേഹത്തെ മറക്കാൻ പറ്റത്തില്ല, അത്തരത്തിലുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അതെ അതെ, എല്ലാവരുമായിട്ട് ബന്ധമുള്ള ആളാണ്. പിന്നെ ഈ പറഞ്ഞ ആരും ശത്രുക്കളില്ല എന്നുള്ളതാണ്. പിന്നെ ആ സ്നേഹം ആള് പോയതിനു ശേഷം അവരുടെ എല്ലാം സ്നേഹവും കാര്യം കാണുമ്പോൾ നമുക്കത് അറിയാലോ, നമുക്ക് ഇങ്ങനെ ഒരാളാണ്. പിന്നെ നമ്മളാണ് ഇത്രയും നാളായിട്ട് നമ്മുടെ അടുത്തൊരു മുഖം മുഷിഞ്ഞ് ഇതേപോലെ തന്നെ ചിരിച്ചാണ് വീട്ടിൽ. ഒരാൾക്ക് എപ്പോഴും എല്ലായിടത്തും അഭിനയിക്കാൻ പറ്റില്ലല്ലോ, അഭിനയമാണെന്ന്. പക്ഷേ പപ്പ ഞാൻ ചോദിക്കട്ടെ, പപ്പ വേണ്ട വിധ സിനിമ ലോകം ഉപയോഗിച്ചില്ല എന്നുള്ളൊരു പരാതി ചെറിയ വേഷങ്ങൾ ഒരിക്കലും ഇല്ല, ഒരിക്കലും നമുക്ക് അങ്ങനെ നല്ല കഴിവുള്ള നടനല്ല. അല്ല, അങ്ങനെ ഒരു പരാതി ഞാൻ നിങ്ങൾ പറഞ്ഞില്ല. നമുക്കിപ്പോൾ ഈ കിട്ടിയത്, ഇപ്പോൾ ഈ കിട്ടുന്ന കയ്യടി പോലും നമുക്ക് ആഗ്രഹിച്ചൊരു കാര്യമല്ല. പപ്പായി ആഗ്രഹിച്ചില്ല, നമ്മളും പ്രതീക്ഷിച്ചില്ല. പിള്ളേർ സെറ്റിന് അല്ലെങ്കിൽ ഒരു താരത്തെ, ഒരു നായകനെ കാണിക്കുമ്പോൾ കൈയടിക്കാം. പക്ഷെ പപ്പ എന്ന് പറയുന്ന ആളൊരു സീൻ കിട്ടുമ്പോൾ കയ്യടി എന്ന് പറയുമ്പോൾ അവിടെ ഓക്കെയാണ്. അവിടെ പിന്നെ കിട്ടുന്നതെല്ലാം ബോണസ് എന്നുള്ളതാണ്. അത് അന്നും നമുക്കും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. എല്ലാം ബോണസ് എന്നുള്ള ഒരു ഇതാണ് പപ്പാടെ ഒരു ഇതിൽ. ഒരു നല്ലൊരു ക്യാരക്ടർ വേഷം കൊടുത്ത്, ഒരു നെടുമുടി വേണുവിന്റെ ഒക്കെ വേഷം കൊടുത്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. ചെയ്യാൻ പറ്റും. ആൾക്ക് ഓരോ വേഷം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. കാരണം ആൾക്ക് അത് അടുത്തത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടറും സീരിയസ് റോളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് അവിടെ ആ ഒരു ലെവലിലേക്ക് പോകണ്ടെന്നായിരിക്കാം, എന്താണോ അതറിയില്ല. എന്തായാലും പ്രദീപ് എന്ന് പറയുന്ന അതുല്യ നടന്റെ മകനാണെന്നുള്ള പരിഗണന ഇപ്പൊ കിട്ടുന്നുണ്ടോ? അല്ല, അത് പരിഗണന നമുക്ക് പണ്ട് തൊട്ടേ ഇതുണ്ട്. പക്ഷെ ഞാൻ പറയാം, നമ്മൾ അങ്ങനെ ഒരു പരിഗണന ഇതുവരെ പപ്പ പറയാം എൻ്റെ പേര് പറ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. നമുക്കങ്ങനെ എന്താ പറയുക, സിനിമയിലേക്കുള്ള എൻട്രി ഒക്കെ എളുപ്പമാക്കിയത് ഇല്ലില്ല. അങ്ങനെ എൻട്രി ഇന്ന പേരിൽ പറഞ്ഞിട്ടല്ല ഇതാക്കിയത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ പടമാണ് ഇപ്പോൾ ഈ പറഞ്ഞ്, അതിൽ നമുക്കിപ്പം സൈഡായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നു, പിന്നെ ഞാൻ എൻ്റെ ഓഫീസ് ജോലി ചെയ്യുന്നു, അങ്ങനെ പോകുന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം എന്തായാലും പ്രതിഭേട്ട ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. അത് കുറച്ച് വിഷമമുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിഷമമുണ്ട്, നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. അദ്ദേഹം പെട്ടെന്ന് നമ്മളെയൊക്കെ വിട്ടു പോയത്. കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ അംഗമായിരുന്നു. ഇപ്പം ചിരിച്ച മുഖത്തോട് കാണുന്ന പ്രതിഭേട്ട ഇല്ല എന്നുള്ള ആ നിമിഷം ടി വിയുടെ എഴുതി കാണിച്ചപ്പോൾ നമ്മളെല്ലാം വിങ്ങിപ്പൊട്ടി, ഓരോ മലയാളീസ്. എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുന്നൊരു അത് സഹിക്കാനും ക്ഷമിക്കാനൊക്കെ ഉള്ളൊരു തൻ്റെ ഇടം നിങ്ങൾ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം.